Hi all. Good evening. Hello. Good afternoon. ക്ലിനിക്കൽ ആരില്ലേ ഇതിന്റെ അകത്ത്? രണ്ടു കൂട്ടർക്കും കൂടി ഉള്ളതാണ് കേട്ടോ. കാരണം ഇനി സിമിലർ സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമ്മൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്, ഞാനത് ഇതാവാൻ വേണ്ടി കാത്തുന്നതാണ് കേട്ടോ, നമ്മുടെ ടൈം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. കൗൺസിലിംഗ് ആർക്ക് നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജി ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അതായത് MPCE 021. നേരെ മറിച്ച് ക്ലിനിക്കൽ ആർക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് MPCE 013 ആണ്. സൈക്കോ, ഒരു മിനിറ്റ്, അതിന്റെ പേര് ഞാൻ വിട്ടു, തെറാപ്യൂട്ടിക്സ് ആണ് വരുന്നത് കേട്ടോ. സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ്, രണ്ടിലും തെറാപ്പിയാണ് നമ്മൾ ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്നാണ് MPCE 013 ക്ലിനിക്കൽ ആരുടെ സബ്ജക്ട്. അതായത് നമ്മൾ രണ്ടിലും തെറാപ്പിയാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അങ്ങോട്ട് സിമിലർ ആയതിനെ കൊണ്ടാട്ടോ നമ്മള് ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. രണ്ടിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ക്ലിനിക്കലാരുടെ നോട്ടാണിത്. സൈക്കോനാലിസിസും സൈക്കോനാലിറ്റിക് സൈക്കോഡൈനാമിക് തെറാപ്പീസും ആണ് ഇതിൽ പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ചോദിക്കട്ടെ, ക്ലിനിക്കലാര് 3 വീഡിയോസ് ഞാൻ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രോയിഡിൻ്റെത് കണ്ടോ? ഒന്ന് പറഞ്ഞേ, കണ്ടതാണോ? കൗൺസിലിംഗ് ആര് കണ്ടില്ലേ? ഒന്ന് പറഞ്ഞേ. കണ്ടോ? കണ്ടു. വെരി ഗുഡ്. അത് കാണണം കേട്ടോ. എന്നാൽ കുറച്ചുകൂടി ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി, മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. ഒത്തിരി ഉണ്ട് തെറാപ്പി കാര്യങ്ങൾ പഠിക്കാന്. ഓക്കെ, അപ്പം നോക്കാം നമുക്ക്. അപ്പൊ സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക് ആൻഡ് സൈക്കോ തെറാപ്പി, ഇതാണ് യൂണിറ്റിന്റെ പേര്. ആർക്ക്? കൗൺസിലിംഗ് ആർക്ക്. നമ്മുടെ ക്ലിനിക്കൽ ആരുടെയും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. സൈക്കോ അനാലിസിസ്, സൈക്കോനാലിറ്റിക് സൈക്കോഡൈനാമിക് തെറാപ്പി എന്നാണ് പേര് വരുന്നത്. അപ്പൊ സൈക്കോ തെറാപ്പി ആദ്യം അതിൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ്. സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ്. എന്തിന്റെ ടേം? നമ്മളിപ്പോ മരുന്നുകൾ, ഗുളികകൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റുകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു ടേം ആണ് സൈക്കോ തെറാപ്പി. അതായത് മാനസിക പ്രശ്നങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് മൊത്തത്തിൽ പറയുന്നതാണ് സൈക്കോ തെറാപ്പി എന്നുള്ളത്. ഇതില് ഒരു തെറാപ്പി മാത്രമാണ് ഒരു സൈക്കോളജിസ്റ്റ് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ് ഒരു തെറാപ്പി മാത്രം സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓരോ തെറാപ്പിയുടെയും തിയറി വ്യത്യാസമുണ്ട്. ഓരോ തെറാപ്പിയുടെ തിയറിയും വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്കോ ഡൈനാമിക്സ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് എങ്ങനെയാ രോഗം വരുന്നത്? അയാളുടെ അൺകോൺഷ്യസ്, അതായത് നമ്മൾ തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ഓർത്താൽ നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കുന്ന നമ്മുടെ ഓർമ്മകളെ നമ്മുടെ മനസ്സ് അൺകോൺഷ്യസ് കൊണ്ടിടും. അത് അവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. കിടക്കുന്ന മെറ്റീരിയൽ കാരണമാണ് ഒരാൾക്ക് മാനസിക രോഗം വരുന്നത് എന്നാണ് ആരും വിശ്വസിക്കുന്നത്? സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക്, അത് ഫ്രോയിഡിൻ്റെത്. അപ്പൊ അവരെന്താ ചെയ്യാം? ഈ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ കോൺഷ്യസ് ആക്കുകയാണ് ചെയ്യാം. നേരെ മറിച്ച് ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് എന്താ വിശ്വസിക്കുന്നത്? കണ്ടീഷൻഡ് ആയതാണ്, ലേൺഡ് ആയതാണ്. ഒരു ബിഹേവിയർ ലേൺഡ് ആയതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ അകാരണമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്നു, എല്ലാരെയും ചീത്ത വിളിക്കുന്നു. അപ്പോ സൈക്കോനാലിസ്റ്റ് പറയുന്നത് ഇയാളുടെ അൺകോൺഷ്യസ് മെറ്റീരിയൽ കാരണമാണ് ഇയാൾ ചെയ്യുന്നത്. ബിഹേവിയറിസ്റ്റ് എന്ത് പറയും? ഇയാൾ ലേൺ ചെയ്തതാണ്, കണ്ടുപഠിച്ചതോ എങ്ങനെയോ കണ്ടീഷൻഡ് ആയതോ റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയിട്ടാണ് ഇയാൾ എങ്ങനെ ചെയ്യുന്നതെന്ന്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഞാൻ എന്ത് പറയും? അയാളുടെ കോർ ബിലീഫ്, അതായത് അയാൾ ചെറുപ്പത്തിലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെഗറ്റീവ് കോർ ബിലീഫ് കാരണമാണ് അയാൾക്ക് ഈ കാട്ടിക്കൂട്ടുന്നത്. ഓക്കെ, നേരെ കുറച്ച് ഹ്യൂമനിസ്റ്റിക്കാരെന്ന് പറയും റിയൽ സെൽഫും ഐഡിയൽ സെൽഫും, അയാൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതും അയാൾ ഇപ്പോൾ ജീവിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഓരോ തെറാപ്പിക്കും ഓരോ തിയറിയാണ്. അതായത് ഓരോ തെറാപ്പിക്കാരും ഓരോ രോഗത്തിനും അവരുടേതായിട്ടുള്ള തിയറി ഉണ്ട്. സോ അവരതിനനുസരിച്ചാണ്
ട്രീറ്റ്മെന്റ് ചെയ്യുക. സോ സൈക്കോതെറാപ്പി ഇപ്പം ഞാൻ ഈ അടുത്ത് കേട്ട് പല MA-ക്കാരെ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. സൈക്കോതെറാപ്പി എന്ന 6 മാസത്തെ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. വളരെ എന്താ പറയാ റെഗുലർ ഒക്കെ സൈക്കോളജി ചെയ്ത ഒരാൾ 25,000 രൂപ കൊടുത്ത് വാങ്ങി പഠിക്കും. ഞാൻ പഠിക്കുന്ന കുട്ടികൾ വെച്ചാൽ എന്താണ് സൈക്കോതെറാപ്പി? ഇല്ല, സൈക്കോതെറാപ്പി ചെയ്യും, ഞങ്ങൾ സൈക്കോതെറാപ്പി ചെയ്യും, ഞങ്ങൾ റിയൽ പിന്നെ എന്താണ് പേഷ്യന്റ് ആണ് ഞങ്ങൾക്ക് തരാം, ഞങ്ങൾ സൈക്കോതെറാപ്പി ചെയ്യും. എന്താ സൈക്കോതെറാപ്പി? സൈക്കോതെറാപ്പി സൈക്കോതെറാപ്പി ഒരാൾക്ക് 2 തെറാപ്പി പോലും സ്പെഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എല്ലാത്തിനെയും തിയറിയും തമ്മില് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സൈക്കോതെറാപ്പി. Psychotherapy is a systematic interaction between a therapist and a client that brings psychological principle to bring on influencing the client's thoughts, feeling, or behavior to help that client overcome abnormal behavior or adjust to problems in living. Psychotherapy എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. കൃത്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ CBT തെറാപ്പിസ്റ്റ് ആണ്, എനിക്ക് കൃത്യമായിട്ടുള്ളത് ഇവിടെ എന്റെ CBT വർക്ക്ഷീറ്റ്സ് ആണിത്. ഇത് ഇന്നലെ വന്ന പേഷ്യന്റിന്റെ CBT വർക്ക്ഷീറ്റ് ആണ്, അവരുടെ ലൈഫ് സ്റ്റോറിയുടെ വർക്ക്ഷീറ്റ് ആണിത്. ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് തെറാപ്പിസ്റ്റും ക്ലയന്റും. എങ്ങനെയാണ്? ഓരോ തെറാപ്പിയുടെയും അണ്ടർലൈൻ ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ക്ലയന്റിന്റെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. അവരുടെ അബ്നോർമൽ ബിഹേവിയർ ഓവർകം ചെയ്ത് അവരുടെ ലൈഫിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിലാക്കുകയാണ് നമ്മുടെ. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, കൃത്യം പ്രോട്ടോകോൾ വെച്ചിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണുള്ളത്. അത് വഴിയാണ് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾക്ക് 8 മാസമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷൽ ഫ്രീസിംഗ് ഉള്ള ഒരു കുട്ടിയുടേതാണ് ഇത്. ഏകദേശം കുട്ടി ടെർമിനേഷൻ ആവാനായി. വെരി ഹാപ്പി. ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴോ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കൗൺസിലിംഗ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അവര് മാറി, അവരുടെ രോഗമൊക്കെ അല്ലെങ്കിൽ അവസ്ഥയൊക്കെ മാറി പോകുന്ന സമയത്ത് അവര് നമ്മളെ കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ആ ഹഗ്ഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കണം ഓരോരുത്തരും. ഇന്നലെ എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസം. ഞാൻ വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനെ ഞാൻ കെട്ടിപ്പിടിച്ചു. ഐ വാസ് റിയലി ഇമോഷണൽ ബിക്കോസ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്. അത്രയും അനുഭവിക്കുന്ന ഒരു കുട്ടീനെ നമ്മള് ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെക്ഷൽ ഫ്രീസിംഗ് ഒക്കെ പോയി, ഫീലിങ്സ് കിട്ടാതെ എന്റെ അടുത്തേക്ക് വന്നായിരുന്നു. അനഡോണിയ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ആൾക്ക് ഞാൻ ഇവിടുന്ന് ശരിക്കും അത് എക്സ്പെരിമെന്റ് ചെയ്ത് എങ്ങനെ ഈ ഫീലിങ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് വിചാരം ഫീലിങ്സ് കിട്ടുന്നില്ല എന്നാണ്. അനഡോണിയ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ആക്കി കൊണ്ടുവന്നു. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുക. അവരുടെ അബ്നോർമൽ ബിഹേവിയറിനെ ഓവർകം ചെയ്ത് അവരുടെ ലിവിങ്ങിനെ അഡ്ജസ്റ്റ് ആകും. ഇതാണ് സൈക്കോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The interaction is between 2 or more individuals where one of them, called a client or patient, is seeking help for a problem and the other participant, called therapist, provides necessary therapeutic help. രണ്ടതിലധികം ആളുകൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. അതില് പിന്നെ ഒരാള് ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ആണ്. നമ്മൾ ക്ലയന്റ് തന്നെയാണ്, പേഷ്യന്റ് എന്ന് പറയാറുണ്ട്, ക്ലയന്റ് രണ്ടും ഉപയോഗിക്കാം കേട്ടോ. അത് പ്രോബ്ലം ഉള്ള ആള്, പിന്നെ ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പ് നടക്കുന്ന ആള്, അതാണ് തെറാപ്പിസ്റ്റ്. The interaction is usually mediated by verbal means, although facial expression, bodily gestures and movements are also used. Verbally ആണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുക, പക്ഷെ അവരുടെ ബോഡി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ നമുക്ക് മൂഡ് എഫക്റ്റ് ഒക്കെ എല്ലാ ആഴ്ച എഴുതാനുണ്ടാവും. അപ്പൊ മൂഡ് എഫക്റ്റ് ഒക്കെ, മൂഡ് എന്ന് പറയുന്നത് അവർ 2 ആഴ്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവര് പറയുന്ന കാര്യം, എഫക്റ്റ് നമ്മൾ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ നമ്മൾ എഴുതണമെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. Psychotherapies with mental disorders interact with the trained certain behaviors, thoughts, or emotion so that they feel and function in better. സൈക്കോതെറാപ്പിസ്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണ്. അവര് സർട്ടൻ ബിഹേവിയറിലും തോട്ട്സിലും ഇമോഷൻസിലും ഒക്കെ ഇയാളെ ഹെൽപ്പ് ചെയ്ത് അവരെ ഫങ്ഷനിങ് ആക്കും. വീടടച്ച് ആത്മഹത്യാ ചിന്തമായിട്ട് ഇരിക്കുന്ന, സെക്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ചീത്തയാണ് എന്നുള്ളൊരു വിശ്വാസവുമായിട്ട് ഏതാണ് നോക്കിയാൽ അത് തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ ജോലിക്ക് പോകാൻ തുടങ്ങി, ഫങ്ഷനിങ് ആക്കി, വളരെ നല്ല കാലിബറുള്ള കുട്ടിയാണ്, ഫങ്ഷനിങ് ആക്കി മാറ്റിയത്. വളരെ എന്താ പറയുക, ട്രെയിൻഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയാൽ
It helps the patient to manage his symptoms better and function the best in everyday life. കണ്ടോ, ഇത് അവരുടെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ സിംറ്റംസ് മാനേജ് ചെയ്യാനും അവർക്ക് ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും അവരുടെ എവറിഡേ ലൈഫില്. It consists of a series of techniques for treating mental health, emotional, and some psychiatric disorders, and help the individuals understand what help them feel positive or anxious, as well as accepting their strengths and weak points. കണ്ടോ, ഇവിടെ ഏത് സൈക്കോതെറാപ്പി ആയിക്കോട്ടെ അതിനൊരു സീരീസ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. മെന്റൽ ഹെൽത്തും ഇമോഷണലും സൈക്യാട്രിക് ഡിസോർഡർ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ രീതിയുണ്ട്, വളരെ വളരെ ഉള്ള രീതിയുണ്ട്. അവിടെ നമ്മൾ ചെയ്യിക്കുക ഇൻഡിവിജ്വൽസിനെ കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. പോസിറ്റിവിറ്റി എന്താണ്, അവരുടെ ആക്ഷൻസിന്റെ കാരണം എന്താണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്. വളരെ ആവറേജ് ലെവലുള്ള ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വീക്ക്നെസ് നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡന്റിന് നീറ്റും കീമും ക്രാക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അവരുടെ സ്ട്രെങ്ത് കണ്ടെത്തി അതിനനുസരിച്ചൊരു കോഴ്സിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും. അപ്പം സൈക്കോതെറാപ്പി ഇസ് വെരി എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആൻഡ് it has a structured techniques and ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഒരു ഇമോഷണൽ ബിഹേവിയറൽ ആൻഡ് സൈക്യാട്രിക് പ്രോബ്ലം അനുഭവിക്കുന്നവരെ അത് പരിഹരിച്ച് അവരെ ഫങ്ഷനിങ് ആക്കുക, അവരെ ലൈഫിനോട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? എന്താണ് സൈക്കോതെറാപ്പി എന്നുള്ളത് ഓക്കെ ആണോ? ഈ ഒരു വിഷയം മുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്തേ മതിയാവും. അതാണ് രണ്ട് കൂട്ടരോട് ഞാൻ പറയുന്നത്, ഇന്ററാക്ഷൻ ഇസ് എ മസ്റ്റ്. എന്താണ് മനസ്സിലായോ? എല്ലാവരും പറഞ്ഞേ, മനസ്സിലായോ എന്ന് പറഞ്ഞേ. യെസ് മാം. ചാർജ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലിനിക്കൽ ആരോട് വീണ്ടും പറയാണ്, ഒരു 3 ഫ്രോയിഡിന്റെ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ദയവ് ചെയ്ത് കാണുക. ഞാൻ വേണമെങ്കിൽ ഇന്നത്തെ ഈ സെഷന് ശേഷം നിങ്ങളുടെ ആപ്പിലെ ഫോൾഡറിലും കൂടി അത് ഇട്ടേക്കാം. എന്നാലും വേണ്ടില്ല, നിങ്ങളൊന്നും ദയവ് ചെയ്ത് കാണാം. സോ സൈക്കോ അനാലിസിസ് വളരെ സിമ്പിളാണ്. ഇനി സൈക്കോതെറാപ്പിയുടെ എസെൻഷ്യൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് ഇന്ററാക്ഷൻ. ഞങ്ങൾ CBT തെറാപ്പിസ്റ്റിലാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുക ഈ ഒരു 13 പേജുള്ള കേസ് ഹിസ്റ്ററി എടുക്കുകയാണ് ചെയ്യുക. 13 പേജുള്ള കേസ് ഹിസ്റ്ററി ആദ്യം നമ്മൾ എടുക്കും. ഇതാണ് കേസ് ഹിസ്റ്ററി. ഈ 13 പേജിലെ കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ പ്രശ്നം എന്താണെന്ന് കേസ് കോൺസെപ്ച്വലൈസേഷൻ നടത്തും. അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കും. അതിനുശേഷം ലൈഫ് സ്റ്റോറിയും അതുപോലെ സ്കെഡ്യൂളിങ്ങും ഡയറ്റ് കൺട്രോളിങ്ങും എക്സസൈസിലേക്കൊക്കെ പോകും. അതിനുശേഷം നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്യും. തെറപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇനീഷ്യൽ സെഷനിലും മിഡിൽ സെഷനിലും ഫൈനൽ സെഷനിലും ഒക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുണ്ട്. ഇനി കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എനിക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ ആദ്യം ചോദിച്ചാൽ ഈ കുട്ടിക്ക് ഫീലിംഗ് ഇല്ല എന്നുള്ള രീതിയിലാണ് കുറെ കാലം. പക്ഷെ ഞാൻ പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ കുട്ടിക്ക് ഫീലിംഗ് ഇല്ലാത്ത ഫീലിംഗ് ഉണ്ട്. ഞാൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് അവള് സന്തോഷിക്കുന്നുണ്ട്. അപ്പം അവള് സബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്, ഞാൻ അഭിനയിക്കുകയാണ്, എനിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടാറില്ല, എനിക്ക് ടെൻഷൻ വരാറില്ല, എനിക്ക് സങ്കടം വരാറില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ല. ഞാൻ കുറച്ചു കാലമായിട്ട് ചെയ്യുന്നുണ്ട്, ഡിസ്പ്യൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ കാണില്ല. പുള്ളിക്കാരി വിചാരിച്ചോണ്ടിരിക്കുന്നു പുള്ളിക്കാരിക്ക് ഫീലിങ്സ് കിട്ടുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ പിന്നെ വുഡ്ബിയും കൂടി ആയിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ക്ലിനിക്കിലേക്ക് വന്നു. അപ്പൊ അവരെന്തോ തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് നേരത്തെ കഴിഞ്ഞു കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ച് ഇയാളെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാമെന്നൊക്കെ ചോദിച്ചു. അറിയാമെന്നൊക്കെ പറഞ്ഞു. ഷീ വെന്റ് ബാക്ക്. വീട്ടിലേക്ക് വിളിച്ചു, മാം എനിക്ക് നേരെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഫീലിംഗ്സ് ഒന്നുമില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഹാർട്ട് ബീറ്റ് പോലും ഉണ്ടായിരുന്നില്ല, നെഞ്ചിടിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മുതൽ എനിക്ക് മനസ്സിലായി, കറക്റ്റ് കേസ് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും കേസൊക്കെ ഇരുന്ന് മൊത്തത്തിൽ ഇരുന്നുകൊണ്ട് CBT കേസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് കീറി കുറിച്ച് ഞാൻ ചെക്ക് ചെയ്തു പഠിച്ചു. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായത് he has feelings. People may ഒരാൾ പറയില്ല മൊത്തം ഇത് മസൽ പോർട്സ് ആണ്. അപ്പൊ ഇത് വീണ്ടും എടുത്തിരുന്ന് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ചെക്ക് ചെയ്ത് ഇന്നലെ കേസിന് വന്ന സമയത്ത് നമ്മൾ വീണ്ടും സംസാരിച്ചപ്പോൾ ഈ ഫീലിങ്സ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചെറിയ ട്രിക്കിൽ ആളെ പേടിപ്പിച്ചു.
ഒരു ചെറിയ രീതിയിൽ ആളെന്ന് പേടിപ്പിച്ചു. ഈ റൂമിൽ വെച്ചിട്ട് തന്നെ ആള് ഭയങ്കരമായിട്ട് പേടിച്ചു. കൈവച്ച് ഞാൻ കൊടുത്തു. ഫങ്ഷനിൽ എവിടെ കേട്ടോ, ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആൻഡ് ഷീ വാസ് സ്മൈലിംഗ് അറ്റ് ദ ടൈം. പൊട്ടി പൊട്ടി കരയായിരുന്നു. യെസ്, ഐ എം എക്സ്പീരിയൻസിങ് ഇറ്റ്. ഞാനിങ്ങനെ നോക്കിയത് എന്താണ് എവിടെയാണ്. കുറെ കാലം ഞാൻ ഇതിന്റെ മേലെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇന്നലെ എന്റെ മുന്നിൽ നിന്ന് വളരെ ഇമോഷണൽ ആയിട്ട് പൊട്ടി പൊട്ടി കരയായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു യെസ് ഞാനിതാനും. ഇപ്പൊ ഇനി ഉള്ളിൽ എന്തായി, ഞാനിതാനും. കാരണം ഞാനിവിടെ റിയൽ ആയിട്ട് എവിഡൻസ് കാണിച്ചു കൊടുത്തു. ഞാൻ ശരിക്കും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ പോയിട്ട് ഞാനും കൈവച്ചു. ആളുടെ കയ്യിൽ വെച്ച് ഞാൻ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ഡിസ്പ്യൂട്ട് ഈ ചെറിയൊരു രീതിയിലാണ് താൻ ഇത്ര പേടിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ എക്സ്പീരിയൻസിങ്. ഇന്നലെ ഞാൻ കേസ് റിപ്പോർട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിയർ. പറയാം എനിക്ക് ഫിയർ ഇല്ല മാം, എനിക്ക് ഫിയർ ഇല്ല. എനിക്ക് എന്ത് വലിയ പ്രശ്നം വന്നാലും എനിക്ക് ഞാൻ പറയുന്നുണ്ട് ഇയാള് പിന്നെ അന്ന് കാണിച്ച ഫിയർ ആയിരുന്നു ഇയാളുടെ ഭാഷ. അതെനിക്ക് എപ്പോൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഹാർട്ട് ബീറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഹാർട്ട് ബീറ്റ് അനഡോണിയാന്നാട്ടോ ഈ ഒരു അവസ്ഥയ്ക്ക് പ്ലഷർ അനുഭവിക്കാൻ പറ്റില്ല എന്ന് അവര് സബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അനഡോണിയ എന്നാണ് ആ അവസ്ഥയുടെ പേര്. അല്ല ലൈവായിട്ട് ഞാൻ ആളുടെ ഫിയർ ആൾക്ക് കാണിച്ചു കൊടുത്തു. സോ ഇപ്പൊ ഇനി എന്തായി, എനിക്കുണ്ട് ഇതൊക്കെ എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ ആള് ഫങ്ഷനിങ് ഒക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇന്നലെ കുറെ കൂടെ ഓക്കെ ആയിട്ടാണ്. അതാണ് സിസ്റ്റമാറ്റിക് ഇന്ററാക്ഷൻ ആണ്. നമുക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളുടെ മനസ്സുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. Psychotherapy is a systematic interaction between a client and a therapist. The therapist structures the therapy process and based upon a theoretical viewpoint and an understanding of client's cultural and social background. നമ്മുടെ തിയറിയും ആ ആളുടെ കൾച്ചറും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തെറപ്പി കൊടുക്കുക. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓരോ തെറപ്പിയുടെ അണ്ടർലൈൻ ആയിട്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സൈക്കോതെറാപ്പി ഇസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ തിയറി ആൻഡ് റിസർച്ച് ഇൻ ഏരിയാസ് സച്ച് ആസ് പേഴ്സണാലിറ്റി, ലേണിംഗ് ആൻഡ് അബ്നോർമൽ. എല്ലാ തെറപ്പിക്കും പിന്നെ സൈക്കോളജിക്കൽ തിയറിയും റിസർച്ചും കാര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ലേണിംഗ് എങ്ങനെയാണ്, അബ്നോർമൽ ബിഹേവിയർ എങ്ങനെ ഉണ്ടായെന്നൊക്കെ പറയുന്നത്. ഇനി തോട്ട്സ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. സൈക്കോതെറാപ്പി ഇൻഫ്ലുവൻസ് ക്ലയന്റ്സ് തോട്ട്സ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. കണ്ടോ, ഒരു നല്ല തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ അത് അയാളുടെ ചിന്തയെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും, മാറ്റങ്ങൾ കണ്ടുവരിക ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ 6 മാസത്തോളം ഈ അമ്മ അംഗനവാടി ടീച്ചറാ. ഈ അമ്മയ്ക്ക് മോളെ വീട്ടിൽ സൂസൈഡൽ തോട്ട്സ് ഉണ്ടായിരുന്നു. ഡിപ്രഷന്റെ മരുന്ന് കഴിച്ചോണ്ട് മരുന്നൊക്കെ ഞാൻ ആദ്യം നിർത്തി. വലിയ ഡിപ്രഷൻ അല്ലായിരുന്നു. എന്താടാ നന്നായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? സ്റ്റക്ക് ആവുന്ന എനിക്ക് ഇവിടെ കാണിക്കും. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ഇവിടെ സ്റ്റക്ക് കാണുന്നില്ല. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. അതായത് സൈക്കോതെറാപ്പി തോട്ട്സിനെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയുടെ അമ്മ ഒരു അംഗനവാടി ടീച്ചറായിരുന്നു. ഈ കുട്ടി വീട്ടിലിരിക്കുകയായിരുന്നു. റൂം അടച്ചിട്ടിരിക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വാതിൽ തുറന്നാലായി. അന്ന് നമ്മൾ എന്താക്കി, കുട്ടി ജോലിക്ക് പോകാനാക്കി. ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ്. ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. എല്ലാ ആണുങ്ങളും ചീത്തയല്ല. എല്ലാ ആണുങ്ങൾക്കും കാരണം സീരീസ് ഓഫ് സെക്ഷൽ അബ്യൂസ് നേരിട്ട ഒരു കുട്ടിയായിരുന്നു. അതായത് ചെറുപ്പത്തിൽ ഒരു 3-4 അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. അപ്പം അത് വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നാണ് ഈ അബ്യൂസ് നേരിട്ടിട്ടുള്ളത്. സോ പുള്ളിക്കാരുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്, എല്ലാ ആണുങ്ങളും ചീത്തയാണ്. സോ നമ്മൾ എന്താ ചെയ്ത് ആ തോട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഫീലിങ്സിലാണ് ഇൻഫ്ലുവൻസ് കിട്ടാറ്. അതാണ് നമ്മൾ ഇന്നലെ റെഡിയാക്കിയത്. അപ്പം തോട്ട്സിനെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. പൂർണ്ണമായിട്ട് അവരുടെ ചിന്തകളെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയും മാറ്റിക്കൊടുക്കാൻ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്താൻ സൈക്കോതെറാപ്പി കൊണ്ട് പറ്റും. ഇനി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, adjustment problems and personal growth. While psychotherapy is often used with the people who have psychological disorders, it can also be used to help people with adjustment, loss of response, shyness and personal growth. നമ്മളായാലും മാനസിക രോഗങ്ങൾക്ക് മാത്രമാണ് അല്ലെ ഒരു വളർച്ച, അതായത് പേഴ്സണലി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ബ്രേക്കപ്പ്. ഒരു 10 എണ്ണത്തിൽ 5 ബ്രേക്കപ്പാ. ബ്രേക്കപ്പ് ഇഷ്യൂസ് വളരെയാണ്. അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ലൈഫിലെ കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, പേഴ്സണൽ ഗ്രോത്തിനും, അതായത് വെറും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് മാത്രമല്ല നിങ്ങൾ സൈക്കോതെറാപ്പി കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കാറുള്ളത് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസിനും പേഴ്സണൽ ഗ്രോത്തിനും ആണ്.
അപ്പോൾ സൈക്കോതെറാപ്പിക്ക് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ഇന്ററാക്ഷൻ ആണ് ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിൽ. എല്ലാ തെറാപ്പിയുടെ പിന്നിലും അണ്ടർലൈൻ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. തോട്ടിനെയും ബിഹേവിയറിനെയും ഫീലിംഗിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സൈക്കോതെറാപ്പിക്ക് പറ്റും. അതുപോലെ തന്നെ വെറും സൈക്കോളജിക്കൽ ഡിസോർഡർ മാത്രമല്ല തെറാപ്പി കൊടുക്കുക, അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലത്തിനും അവരെ പേഴ്സണലി ഗ്രോ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് സൈക്കോ അനാലിസിസ്. ഇപ്പം ഒരു ചെറിയ, ഞാൻ മേ ബി കൗൺസിലിംഗിന്റെ കുട്ടികൾക്ക് അറിയാൻ മതിയാവും, എന്നാലും ക്ലിനിക്കലിന്റെ കുട്ടികൾക്ക് ഒന്നുകൂടി പറയാണ്, ഒരു കേസ് പറയാണ്. ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ഒരു കേസ് ആയിരുന്നു. അപ്പോ ഒരയാൾ വന്നു, അയാളുടെ ഭാര്യയും വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യാൻ, ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. പെരീസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻ ആണ്, എനിക്ക് കരച്ചിൽ വരുന്ന രീതിയിലുള്ള അത്രയും പെയിൻ ആണ്, എനിക്ക് ഭാര്യയുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്തും അത് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. എങ്കിൽ ഭാര്യയോട് മാത്രമാണോ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് ആള് ഒരു കോൾ ഗേളുമായിട്ട് ലാബോറട്ടറി സെറ്റിംഗ്സിൽ വെച്ച് ബന്ധപ്പെടിപ്പിച്ച് നോക്കി. സോ അദ്ദേഹം അന്നേരം പെയിനൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. ഫോർവേഡഡ് ആണ്, നമ്മൾ കേരളക്കാരെ വെച്ച് ചിന്തിക്കല്ലേ, ഫോർവേഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോ ഇയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. സൈക്കോ അനാലിസിസിലെ ഡ്രീം അനാലിസിസും അതുപോലെ ഡ്രീം ഇന്റർപ്രിട്ടേഷനും ഫ്രീ അസോസിയേഷനിലൂടെ ഒക്കെ മനസ്സിലായത്, ഇയാൾ ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള സമയത്ത് ഇയാളുടെ അപ്പൻ അമ്മയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അപ്പൻ അമ്മയെ ഉപദ്രവിച്ചുകൊണ്ടായിരുന്നു ബന്ധപ്പെടല്. അപ്പൊ ഈ പെരീസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൻ ഭയങ്കരമായിട്ടും ഉപദ്രവിക്കുമായിരുന്നു. ഈ വേദന കൊണ്ട് ഭാര്യ കരയുമായിരുന്നു, അതായത് ഇതിന്റെ അമ്മ കരയായിരുന്നു. ഈ കരച്ചിലും, അതായത് ഇത് ഓർത്താൽ അമ്മ അച്ഛൻ ഉപദ്രവിക്കുന്നതാണ് അമ്മ കരയുന്ന ഈ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ പിന്നീട് ഓർത്താൽ പിന്നെ വിഷമം അല്ലെങ്കിൽ ഡിസ്കസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് ഉണ്ടാക്കുന്നതിനെക്കൊണ്ട് മനസ്സുണ്ടാക്കിയത് കൊണ്ട് അൺകോൺഷ്യസ് വിട്ടു. ഇത് അവിടെ കിടന്നു എപ്പോ വരെ? ഇയാള് കല്യാണം കഴിക്കുന്നവരെ. ഇയാൾ കല്യാണം കഴിച്ച ശേഷം ഭാര്യയുമായിട്ട് ബന്ധം, ഇയാൾക്ക് ഇതൊന്നും ഓർമ്മയില്ല, കാരണം 2 വയസ്സിൽ നടന്ന കാര്യ. പക്ഷെ ഈ ഓർമ്മ അവിടെ കിടന്ന് ഇയാളെ ബുദ്ധിമുട്ടിക്കാണ്, ഇയാൾക്ക് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. സൈക്കോഅനാലിസിസ് ചെയ്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അൺകോൺഷ്യസ് മെറ്റീരിയൽ കോൺഷ്യസ് ആക്കി. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ കഥ പറഞ്ഞപ്പോ വളരെ പെട്ടെന്ന് കഴിഞ്ഞു, 2 വർഷമെങ്കിലും വേണം കേട്ടോ, മിനിമം 2 വർഷം വേണം. അപ്പം ഈ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ കോൺഷ്യസ് ആക്കി, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നതെന്ന് മനസ്സിലാക്കി അത് കോൺഷ്യസ് ലെവലിൽ വെച്ച് റിസോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അയാൾക്ക് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി. അപ്പൊ ഈ 2.5 വയസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അയാളുടെ മൈൻഡ് ഓർത്താലൊക്കെ പ്രശ്നം ഉണ്ടായിരുമ്പോൾ മൈൻഡ് എന്തായി? അൺകോൺഷ്യസ് കൊണ്ടിട്ടു. പിന്നീട് അത് 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റഡിയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, വീഡിയോസ് കാണാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതാണ് സൈക്കോ അനാലിസിസിൽ ചെയ്യാൻ. നോക്കാം. സൈക്കോ അനാലിസിസ് ഇറ്റ് ഈസ് എ മെത്തേഡ്. ഒരു പ്രത്യേകത കൂടി ഉണ്ട് സൈക്കോ അനാലിസിസിന്. സൈക്കോളജിയിൽ ആദ്യമായിട്ട് വന്ന ട്രീറ്റ്മെന്റ്, മാനസിക രോഗത്തിന് സൈക്കോളജിക്കലി വന്ന ആദ്യത്തെ ട്രീറ്റ്മെന്റ് സൈക്കോ അനാലിസിസ് ആണ്. It is a method of analyzing psychic phenomena and treating emotional disorders that involves treatment sessions during which the client or the patient is encouraged to talk freely about personal experience and especially about early childhood and dreams. അതായത് സൈക്കിക് ഫിനോമിന അനലൈസ് ചെയ്ത് ഇമോഷണൽ ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് സൈക്കോ അനാലിസിസ്. ഇവിടെ നമ്മൾ ക്ലയന്റിനെ എൻകറേജ് ചെയ്തു എന്ത് വേണമെങ്കിലും സംസാരിക്കാം, കാരണം ഫ്രീ അസോസിയേഷൻ എന്നാണ് ആ ടെക്നിക്കിന് പറയാം. അതായത് അയാൾ മനസ്സിൽ വരുന്ന എല്ലാ കാര്യം അപ്പൊ വരുന്ന ഒക്കെ ഇങ്ങനെ സെൻസർ ചെയ്യാതെ പറയാം. മറ്റെല്ലാ തെറാപ്പികൾക്കും നമ്മൾ മുഖാമുഖം നോക്കിയിട്ടാണ് സംസാരിക്കുക. സൈക്കോ അനാലിസിസിൽ മാത്രം നമ്മൾ മുഖാമുഖം നോക്കില്ല, കാരണം നമ്മൾ മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് മനസ്സിൽ വരുന്ന എല്ലാം വിളിച്ചു പറയാൻ പറ്റൂല. അപ്പൊ കൗൺസിലർ ഇങ്ങനെ ഇരിക്കും, ഈ സൈഡിലായിട്ട് ഒരു കൗച്ച്, ദിവാൻ കോട്ട് പോലെയുള്ള കൗച്ച് ഉണ്ടാവും, അവിടെ പേഷ്യന്റ് ലൈ ചെയ്യുക, ചാരി കിടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുക, സൈക്കോ അനാലിസിസ് ചെയ്യുക. അയാള് വിദൂരതയിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് നോക്കിയിട്ടാണ്, ഫേസ് ടു ഫേസ് നോക്കാതെയാണ് അയാളുടെ മനസ്സിൽ വരുന്ന എല്ലാം സെൻസർ ചെയ്യാതെ സംസാരിക്കും. അതിനിടയ്ക്ക് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയും, ഒരു വാക്ക് ചിന്നി ചിതറയൊക്കെ വീഴും. ആ വാക്കിൽ നിന്നാണ് ഇയാളുടെ അൺകോൺഷ്യസ് മെറ്റീരിയൽ അല്ലെങ്കിൽ അയാളുടെ ഏർലി ചൈൽഡ്ഹുഡിലുള്ള ഡ്രീമിനെ പറ്റി പറയാൻ പറയും. അങ്ങനെ ഡ്രീമിൽ നിന്നാണ് അയാളുടെ അൺകോൺഷ്യസ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അൺബോക്സ് ചെയ്ത് കിടക്കുക. Psychoanalysis is both a theory of mental functioning and a specific type of psychological treatment philosophy. ഒരു തിയറിയാണ്, രണ്ടിനും ഒരേ പേരാണ്. സൈക്കോഅനാലിസിസിന്റെ തിയറിക്കും ട്രീറ്റ്മെന്റും ഒരേ പേരാണ്.
It is generally known as theory of human behavior. ഒരു തിയറി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നും പറയാറുണ്ട്. എല്ലാവരും കേസ് കേസ് ഉണ്ടോ പറഞ്ഞേ, ഉണ്ടോ പറഞ്ഞേ. ഞാൻ നല്ല ചീത്ത വിളിക്കൂടോ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ. അൻസിക, ഹിബ, മായ, നിഷ, റഹ്മത്ത്, എന്താ മിണ്ടാതെ? മനസ്സിലായി, പറഞ്ഞു മനസ്സിലായി. ഓക്കെ. നമുക്ക് ഇതിൽ ഡിസ്കഷന് വേണ്ടി വരും കേട്ടോ. വെറും തിയറി പഠിച്ചു പോയാൽ മതിയോ? ഇൻട്രസ്റ്റിംഗ് ആവണ്ടേ? It has 3 applications. A method of investigation of mind. ഒന്ന് മൈൻഡിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഹ്യൂമൻ ബിഹേവിയർ. ഇനി സൈക്കോളജിസ്റ്റ് കറക്റ്റ് തിയറി ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ്കോൺഷ്യസ്, ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, സൈക്കോ സെക്ഷൽ സ്റ്റേജസ്, ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയറീസും ഉണ്ട്. ഇനി എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ഇൽനെസ്. അപ്പൊ 3 രീതിയിൽ സൈക്കോളജിസ്റ്റ് അപ്ലൈ ചെയ്യാം. ഒന്ന് മൈൻഡിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, പിന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയുള്ള തിയറി ഉണ്ട്. മൂന്നാമത് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ഇൽനെസിന് ട്രീറ്റ്മെന്റ് ആയിട്ട് സൈക്കോ അനാലിസിസ് കൊടുക്കാം. അപ്പൊ സൈക്കോ അനാലിസിസ് വാസ് ഫസ്റ്റ് ഡിവൈസ്ഡ് ഇൻ വിയന്ന. വിയന്നയിലാണ് ഇൻ 1890 ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ ആ 3 വീഡിയോസിൽ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. അത് കാണണേ. നാളത്തെ ക്ലാസ്സിൽ ഇരിക്കരുത് കേട്ടോ. It involves analyzing the root cause of behavior and feelings by exploring the unconscious mind and conscious mind's relation to it. കണ്ടോ? സൈക്കോ അനാലിസിസ് ഫസ്റ്റ് ഡിവൈസ് ചെയ്തത് വിയന്നയില് നമ്മുടെ 1890 സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഫ്രോയിഡിന്റെ ജീവചരിത്രവും ഫ്രോയിഡ് ആരായിരുന്നു എന്തായിരുന്നു ഒക്കെ ഞാൻ അതെന്തായാലും കാണണം കേട്ടോ. അവിടെ റൂട്ട് കോഴ്സ് ഓഫ് ബിഹേവിയർ, ഇയാൾക്ക് കാര്യമായിട്ട് ബന്ധപ്പെടുമ്പോ വേദന വരുന്നതിന്റെ റൂട്ട് കോഴ്സ് എന്താണെന്ന് അൺകോൺഷ്യസ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാണ്. എന്നിട്ട് ഇത് കാരണം കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽസ് അൺകോൺഷ്യസ്നെസ്, ഡീപ്പ് റൂട്ടഡ് തോട്ട്സ് ദാറ്റ് ഓഫൺ സ്റ്റെം ഫ്രം ചൈൽഡ്ഹുഡ്. മിക്കതും ചൈൽഡ്ഹുഡ് റൂട്ട് ചെയ്തായിരിക്കും. ഇത് അൺകോൺഷ്യസ് കിടക്കുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. Id, ego and super ego are 3 major parts of personality which represent desire, reason and conscience. കണ്ടോ? നമ്മുടെ പേഴ്സണാലിറ്റിയുടെ 3 സ്ട്രക്ചർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോനെ. ഈ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും ചേർന്നിട്ടാണ് പേഴ്സണാലിറ്റിയുടെ ഉണ്ടാക്കുന്നത്. അത് നമ്മളെ ഡിസയർ, റീസൺ, കോൺഷ്യസിനൊക്കെ കൺസൈൻസിനൊക്കെ കാരണം ഇഡും ഈഗോ സൂപ്പർ ഈഗോ, നമ്മുടെ ആഗ്രഹം, ത്വര, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണം ഇഡും ഈഗോയും സൂപ്പർ ഈഗോയുമാണെന്നാണ് ആര് വിശ്വസിക്കുന്നത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് വിശ്വസിക്കുന്നത്. He was of the opinion that root cause of all mental disorders repressed desire in unconscious mind. എന്താണ് റിപ്രസ് ചെയ്തിരിക്കുന്നത്? അതായത് അൺകോൺഷ്യസ് കൊണ്ടിട്ട് ബെറി ചെയ്തിരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെന്റൽ ഡിസോർഡറിന് കാരണം. അതായത് അൺകോൺഷ്യസ് എടുക്കുന്ന മെറ്റീരിയൽ കാരണമാണ് നമുക്ക് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നടക്കാതെ പോകുന്ന ഡിസയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അൺകോൺഷ്യസ് കിടക്കുക. അത് കാരണമാണ് നമുക്ക് മെന്റൽ ഡിസോർഡർ ഉണ്ടാവുന്നത് എന്നാണ് ഫ്രോയിഡ് വിശ്വസിച്ചുകൊണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി നമുക്ക് ക്ലിനിക്കലിലെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം കേട്ടോ. ക്ലിനിക്കലിന്റെ നോട്ടിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം. രണ്ട് കൂട്ടർക്കും കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ടത്തെ മാത്രം പഠിച്ചാൽ മതി. ബട്ട്
ഒരു മിനിറ്റ്. ഗ്രൂപ്പ് മാറി സെൻഡ് ചെയ്തു. ഒരു മിനിറ്റ്, ഞാനൊരു പേയ്മെന്റ് ചെയ്താട്ടെ. ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോ ഏതായാലും സമയമായി 12:30 എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ഈ ഭാഗം നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്കൊരു പേയ്മെന്റ് ചെയ്യാനുണ്ട്, അത് ബ്ലോക്കായി കിടക്കാണ്, അർജന്റ് ആയിട്ടുള്ള. നാളെ ഡിസ്കസ് ചെയ്യാട്ടോ. അപ്പൊ നാളെ നമ്മൾ ഇത് പറഞ്ഞ ശേഷമായിരിക്കും സൈക്കോ അനാലിസിസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതിലെ ഈ ഈഗോ സൂപ്പർ ഈഗോയുടെ കാര്യങ്ങളൊക്കെ മറ്റേ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് എനിക്ക് പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണാൻ പറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം. രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സൈക്കോ അനാലിസിസ്. ഈ ഒരു 2 ക്ലാസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കോ അനാലിസിസിനെ പറ്റി എന്ത് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പാകത്തിൽ ഞാൻ ആക്കി തരാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണാം. അത് റിക്സ്മി അബ്ദുള്ള സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you, ma'am.